നമസ്തേ, എല്ലാവർക്കും ഇത് മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരത്ത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. ആരും ഡയഗ്നോസ് ചെയ്യാനായിട്ട് പ്ലീസ് അത് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുക. NPD എക്സ്പേർട്സുകൾക്ക് അതിന് നല്ല എക്സ്പെർട്ടൈസ് ഉള്ളവരെ തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. എല്ലാവർക്കും NPDയുടെ ഏരിയാസിൽ ചിലപ്പം ഒരു എക്സ്പെർട്ടൈസ് ആ വർക്ക് എക്സ്പീരിയൻസ് കാണണം എന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കെയർ പ്രൊഫഷണൽസിനെ നല്ല രീതിയിൽ നിങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരു നാർസിസിസ്റ്റ്. ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. പലരും നാർസിസിസത്തിൻ്റെ നല്ല പോസിറ്റീവ് നാർസിസത്തിനെയും ഇതിനകത്ത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് ഒരു ഫങ്ഷണൽ നാർസിസമാണ്. അതെല്ലാവരിലും നല്ല രീതിയിൽ പ്രോഗ്രസീവായിട്ടും സ്വയം ഡിസിഷൻ എടുത്തും ജീവിതം അവനോൻ്റെ രീതിയിൽ പ്രോപ്പറായിട്ട് ജീവിക്കുന്നവർക്കും വേണ്ട ഒരു കഴിവ് തന്നെയാണ്. ഇവിടെ ഡിസോർഡർ എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് ദ്രോഹപരമായി വരുന്നു, അവരെ അബ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അബ്യൂസ് എന്ന് പറയുന്നത് ഇൻറ്റൻഷനൽ ആയിട്ടുള്ള ഒരു ഹേർട്ടാണ് നമ്മൾ മറ്റേ ആൾക്ക് കൊടുക്കുന്നത്. അപ്പം ഇവിടെ സാധാരണ നാർസിസിസ്റ്റുകൾ അവർക്ക് ഏറ്റവും വേണ്ടതായ ഒരു കാര്യം, അവർ തൻ്റെ വിക്ടിമിൽ നിന്ന് ഏറ്റവും അധികം അവർ പ്രതീക്ഷിക്കുന്നതും ആവശ്യപ്പെടുന്നതും അവർ നമ്മളോട് ഇത് നീ ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നു. അത് പേരൻസ് ആയാലും ശരി, നമ്മുടെ ലൈഫ് പാർട്ട്നേഴ്സ് ആയാലും ശരി, ഫ്രണ്ട്ഷിപ്പിലായാലും ശരി, അതല്ലെങ്കിൽ നമ്മുടെ ബോസ് സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിലായാലും ശരി, നമുക്ക് കാണാൻ പറ്റുന്ന ലീഡർ അല്ലെങ്കിൽ ഫോളോവർ റിലേഷൻഷിപ്പിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ. അതായത് അവർക്ക് ഏറ്റവും വേണ്ടത് ഒബീഡിയൻസ് ആണ്. ഒബീഡിയൻസ് നമുക്ക് എല്ലാവർക്കും ഒബീഡിയൻസ് വേണം. അതുകൊണ്ടാണ് ഞാൻ നാർസിസിസ്റ്റിൻ്റെ ഒബീഡിയൻസ് എങ്ങനെ എന്നുള്ളത് പറയാൻ പോകുന്നത്. ഇത് ഇവർക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഒബീഡിയൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ആ നല്ല കാര്യത്തിൽ നമ്മൾ പേരൻസിനോട് ഒബീഡിയൻസ് കാണിക്കണം, നമ്മൾ റിലീജിയസ് പ്രാക്ടീസസുകളോട് ഒബീഡിയൻസ് കാണിക്കണം, കൾച്ചറലി ഒബീഡിയൻസ് കാണിക്കണം, സോഷ്യൽ സിസ്റ്റം, മോറൽസ്, എത്തിക്സ്, ലോ, അതുപോലെ തന്നെ വീട്ടിലെ ചില സിസ്റ്റംസിന്, ഡിസിപ്ലിന്, നമ്മുടെ പേരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മളുടെ ബോസസ്, അവർ എല്ലായിടത്തും നമ്മളൊരു ഒബീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ കാണിക്കും. ചിലപ്പം പേരൻസ് കുട്ടികളോട് പോലും, കുട്ടികൾ ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ ഐ ഫോളോ യു, അല്ലെങ്കിൽ നീ പറയുന്ന കാര്യം അനുസരിക്കാം എന്ന് പറയുന്ന രീതി വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഒരു ക്യാരക്ടറാണ് നമ്മൾ ഈ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു നേച്ചറാണ് ഈ ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഒബീഡിയൻസ് എന്ന് പറയുന്ന ക്വാളിറ്റി നമ്മളിൽ എല്ലാവർക്കും വളരെ ഫങ്ഷണൽ രീതിയിൽ വേണ്ടതുമാണ്. പക്ഷെ നാർസിസിന് വേണ്ടത് രണ്ട് രീതിയിലുള്ള ഒബീഡിയൻസ് ആണ്. ഒന്ന് ദി അബ്സല്യൂട്ട് ഒബീഡിയൻസ്, അനദർ വൺ ഇസ് അൺകണ്ടീഷണൽ ഒബീഡിയൻസ്. അതായത് അബ്സല്യൂട്ട് ഒബീഡിയൻസും അൺകണ്ടീഷണൽ ഒബീഡിയൻസുമാണ് നാർസിസിസ്റ്റുകൾ നിങ്ങൾ വിക്ടിംസിൽ നിന്ന് പ്രതീക്ഷിക്കുക. അതായത് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അൺക്വസ്റ്റ്യൻഡ് ആയിട്ടുള്ള, നമ്മൾ ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കാതെ, യാതൊന്നും പറയാതെ, അതിനോട് മറുത്തൊരു വാക്കുപോലും നമ്മൾ പറയാതെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് സബ്മിറ്റഡ് ആയിരിക്കണം, അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. അവർ പറയുന്നതിന് എന്തെങ്കിലും ചോദിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല, ഒരു ഒച്ച പോലും ഉണ്ടാക്കാൻ പാടില്ല. എനിക്ക് 1 മണിക്കാണ് ഭക്ഷണമെങ്കിൽ അത് ഒന്നാകാൻ പാടില്ല. 1 മണി 1 സെക്കൻഡോ 2 സെക്കൻഡോ ആകാൻ പാടില്ല. ഞാൻ മേശപ്പുറത്ത് വന്നിരിക്കുമ്പോൾ എൻ്റെ ഇടത് സൈഡിൽ സ്പൂണും ഫോർക്കും ഉണ്ടായിരിക്കണം, എൻ്റെ വലത് സൈഡിൽ ഗ്ലാസ് ഉണ്ടായിരിക്കണം, വെള്ളം കുടിക്കാനായിട്ട് എൻ്റെ പ്ലേറ്റ് ഞാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ അവരുടെ സിസ്റ്റത്തിനെ ഒന്ന് നമ്മൾ അതിപ്പം ഇച്ചിരി ഒന്ന് അങ്ങോട്ട് പറയുക, എന്താ ഇപ്പം കുഴപ്പം, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റില്ല. നാർസിസിസ്റ്റിന് കംപ്ലീറ്റ് ഒബീഡിയൻസ് ആണ് വേണ്ടത്. ആ ഒരു ആബ്സല്യൂട്ട് ഒബീഡിയൻസ്. നിന്റെ വീട്ടിൽ പേരൻസിനെ കാണാൻ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഇന്ന കാര്യങ്ങൾ നോക്കാൻ പാടില്ല, നീ ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ പാടില്ല, ഇന്നവരോട് മിണ്ടാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് എങ്ങനെ അബ്സല്യൂട്ട് ഒബീഡിയൻസ്. അതല്ലാതെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇവർ വളരെ നല്ല രീതിയിൽ നമ്മളോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മളെ അവർ പല രീതിയിൽ ഗ്യാസ് ലൈറ്റും മാനിപ്പുലേഷനും എല്ലാ രീതിയിലും നമ്മളെ അതിൽ നിന്ന്
എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ ആ ഒരു കുടുക്കിനകത്താക്കി നമുക്ക് പെയിൻ തന്ന് നമുക്ക് ഹേർട്ട് തന്ന് ചിലപ്പോൾ നമ്മൾ കൊള്ളരുതാത്ത ആൾക്കാരാവും ഒബീഡിയൻസ് അവർ പറഞ്ഞ കേൾക്കാത്ത വ്യക്തികൾ എന്ന് പറയുന്ന രീതിയിലേക്ക്. അപ്പം ഈ അബ്സല്യൂട്ട് ഒബീഡിയൻസ് ഉള്ള കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പേഴ്സണാലിറ്റി ഒന്നും ഡെവലപ്പ് ചെയ്യില്ല. നമുക്കൊരു ഒതന്റിക് അഡൽട്ട് സെൽഫ് ഒന്നും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ അവർ ഉദ്ദേശിക്കുന്ന ആബ്സല്യൂട്ട് ഫെയ്ത്ത് ആയിരിക്കണം. ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ രീതിയിൽ പോകുന്നതാണ് കറക്റ്റ്, ഞാൻ പറയുന്ന രീതിയിൽ പോയാൽ ഇവിടെ എല്ലാം നല്ല രീതിയിലേ വരുന്നുള്ളൂ, നിനക്കും നിങ്ങൾക്കും കുട്ടികൾക്കും അല്ല നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് അത് എല്ലാവർക്കും നന്മയ്ക്കും അതാണ് ശരി, ആ രീതിക്കാണ് പോകേണ്ടതെന്നുള്ള എൻ്റെ വാക്കുകളിൽ നിങ്ങൾ ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് മാറി നടക്കാൻ പാടില്ല. ലവ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ലവ്, അബ്സല്യൂട്ട് ഒബീഡിയൻസ്, ഇതാണ് ഇവർ പ്രതീക്ഷിക്കുന്ന കാര്യം. അപ്പം ആ അബ്സല്യൂട്ട് ഒബീഡിയൻസിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇനി അടുത്തതെന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ഒബീഡിയൻസ് ആണ്. അതിനകത്ത് ലിമിറ്റ് ഉണ്ടാകാൻ പാടില്ല. ഒരു കണ്ടീഷൻസും നിങ്ങൾ വെക്കാൻ പാടില്ല. ആബ്സല്യൂട്ട് ഗിവിങ് ആയിരിക്കണം. ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ എടുക്കുന്നുണ്ടോ ഇതൊന്നും നിങ്ങൾ നോക്കാൻ പാടില്ല, പറയാൻ പാടില്ല. ഒരു കാര്യവും അങ്ങനെ ഒക്കെ നമ്മൾ പറയാണ് അല്ല ഇതിങ്ങനെ വന്നാൽ അല്ലേ നമുക്ക് ഇങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവർ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം, ഇതൊന്നും അവർക്ക് കാര്യമല്ല. അവർക്ക് അൺകണ്ടീഷണലായിട്ട് വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ ബീയിങ് ആസ്ക്ഡ്. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു ഹെസിറ്റേഷനോ ഡൗട്ടോ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ അത് വെച്ച് താമസിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡിലേ ആക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയും ഞാനത് ചെയ്യാനിരിക്കുക അന്നേരം കുറച്ച് ഇൻഫർമേഷൻ, അതൊന്നും പറ്റില്ല. അവർ പറയുന്നത് ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടത്. അപ്പം ഇവിടെ ചിലർ നമ്മൾ പറയും നമ്മൾ സാധാരണ ഒബീഡിയൻസ് വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ പാർഷ്യലായിട്ട് ഒബീഡിയൻസ് കാണിക്കും. കുറച്ച് ഇന്ന ഏരിയാസിലൊക്കെ പറ്റത്തുള്ളൂ, മറ്റേത് പറ്റില്ല എന്ന് വരുമ്പോഴത്തേനും. എന്നിട്ട് ചില ഏരിയാസിലെ ആളുകൾ സെലക്റ്റീവ് ഒബീഡിയൻസ് കാണിക്കും. അപ്പം ഇതൊക്കെ അവരുടെ ഒബീഡിയൻസ് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് പറ്റൂല എന്നൊക്കെ പറയും. അതെല്ലാം നമ്മൾ പറയുന്നത് വെൻ വി ആർ ആൻ അഡൽട്ട് ഡ്വെല്ലിംഗ് വിതിൻ us, we know that നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പം അവിടെ ഞാൻ സെലക്റ്റീവ് ഒബീഡിയൻസ് ആണ് പലയിടത്തും വയ്ക്കുക. ഞാൻ ഓക്കെ ഐ എം ഒബീഡിയൻറ്റ് ബട്ട് ഐ എം സെലക്റ്റീവ്. ഇന്ന കാര്യത്തിലാണ് ഞാൻ ഒബീഡിയൻ. അപ്പം ഞാൻ ഒരു ഫങ്ഷണലി ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഞാൻ. അപ്പം അതിനകത്ത് ഞാൻ വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ ദം, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ us എല്ലാം നോക്കി നമുക്കൊക്കെ എന്ത് പ്രയോജനം, എങ്ങനെയാണ് ഇത് പെയിൻ തരുന്നോ ബുദ്ധിമുട്ട് തരുന്നോ അതല്ല എന്താണ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ പല ഒബീഡിയൻസും നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഈ ഒരു കാര്യം, ഈ അബ്സല്യൂട്ട് ഒബീഡിയൻസ് ആൻഡ് അൺകണ്ടീഷണൽ ഒബീഡിയൻസിനെ ഒബീഡിയൻസ് ആയിട്ടുള്ള രീതിയിൽ ഇവർ നെയിം ചെയ്തുകൊണ്ട് അവർ നമ്മളെ പറ്റി പറഞ്ഞു കിടക്കുന്നത് പറഞ്ഞാൽ കേൾക്കില്ല, ഒബീഡിയൻസ് ഇല്ല, അപ്പനെ ബഹുമാനിക്കില്ല, അമ്മയെ ബഹുമാനിക്കില്ല, ഭർത്താവിനോട് ഇതില്ല, പറഞ്ഞാൽ കേൾക്കില്ല, ഒരു അങ്ങനെയൊക്കെ ആക്കുന്നത് അവരുദ്ദേശിക്കുക. അപ്പം നമുക്ക് ടെൻഷനും നമുക്ക് വിഷമവും വരും. അപ്പം നിങ്ങൾ വിക്ടിംസ് വിചാരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അങ്ങനെ ടെൻഷനും വിഷമവും നിങ്ങൾ വാട്ട് ഈസ് ദിസ്, ഇസ് ഇറ്റ് എൻ അബ്സല്യൂട്ട് ഒബീഡിയൻസ് ഓർ അൺകണ്ടീഷണൽ ഒബീഡിയൻസ് ആണോ ഇത്, അതോ ഇവർ പറയുന്നത് ഓക്കെ ഞാൻ അനുസരിക്കാതിരിക്കുന്നുണ്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഫങ്ഷണലിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അബ്യൂസ് റിക്കവറി തെറാപ്പിയൊക്കെ നമ്മളെടുത്ത് നമ്മൾ അതിനകത്തൂടെ വന്ന് നമുക്ക് മനസ്സിലാക്കി കാര്യങ്ങളെ ഒരു ഫങ്ഷണൽ ഒബീഡിയൻസിലൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ആ ഒബീഡിയൻസിൻ്റെ രീതിയിലൊക്കെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഗ്യാസ് ലൈറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുമ്പോഴത്തേനും സ്റ്റോപ്പ് തിങ്ക് ബിഫോർ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാനും നിങ്ങളെ ആ ഗിൽറ്റ് ട്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേണിലൊക്കെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് നോക്കണം. അവിടെ എന്ത് ഡൈനാമിക്സ് ആണ് നടക്കുന്നത് എന്ന് നോക്കണം. ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള നല്ല വാലിംഗ്ടൺ ആണ്, പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയുകയേ വേണ്ട. അവിടുന്ന് അവരുദ്ദേശിക്കുന്ന എല്ലാ ഒബീഡിയൻസും അബ്സല്യൂട്ട് ആൻഡ് അൺകണ്ടീഷണൽ ഒബീഡിയൻസ് ആണ്, വിച്ച് ഈസ് നോട്ട് എ വെരി ഹെൽത്തി ഒബീഡിയൻസ് പാറ്റേൺ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ടുള്ള എന്തെങ്കിലും ഇൻട്രാക്ഷൻസിൽ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ പാറ്റേൺസ് കാണുകയാണെങ്കിൽ ആ പാറ്റേൺസിനെ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനും നമ്മുടെ ബൗണ്ടറീസിനെ സെറ്റ് ചെയ്തുകൊണ്ട് വളരെയേറെ നമ്മളുടെ ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് റിലയൻസും നമ്മുടെ ഏജൻസിയും ഓട്ടോണമിയും ഒക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നമുക്ക് ആർക്കും അബ്യൂസ് കൊടുക്കാനുള്ള അവകാശമില്ല.
അബ്യൂസ് ആരുടെയും ഏറ്റെടുക്കുകയും ചെയ്യരുത്, നമ്മൾ സ്വയം അബ്യൂസ് ചെയ്യുകയും ചെയ്യരുത്. അങ്ങനെ നമുക്ക് നല്ലൊരു പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസീവ് ആയിട്ടുള്ള ജീവിതം ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.